ആ ലെവലിൽ കാണാം. എന്നാലും ചില തെറ്റിദ്ധാരണകള്, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഭാര്യയുടെ വീട്ടിലേക്ക് താമസം മാറുമോ? റഹീം പുത്തറമ്മലാണ് ചോദിച്ചത്. വരട്ടെ, അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ വരട്ടെ. എനിക്കറിയാവുന്ന വിഷയങ്ങൾ നമ്മുടെ നാട്ടു നടപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ കണ്ണൂർക്കാരെ വല്ലാണ്ട് ട്രോളുന്ന അബു മുഹമ്മദ് അമീൻ കണ്ണൂർക്കാരൻ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ണൂർക്കാരെ ഭയങ്കരമായിട്ട് ട്രോള് ചെയ്യുന്ന പുതിയാപ്പിളമാരെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് പലർക്കും ഒരു അജ്ഞതയുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ പിശകുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ എവിടെയാ സ്ഥലം എന്ന് വെച്ചാല് നമ്മളോട് കണ്ണൂരാന്ന് പറഞ്ഞാൽ പറയും, കണ്ണൂര് ഭയങ്കര രാഷ്ട്രീയ കൊലപാതകമില്ല, അവിടെ എപ്പം നോക്കിയാലും കൊലപാതകമാണല്ലോ, അവിടെ എപ്പം നോക്കിയാലും അടിയാണല്ലോ, അതെന്താ അങ്ങനെ? എല്ലാ പകുതിയിലധികം ആൾക്കാരും ചോദിക്കും. സുബൈർ പാറമ്മൽ വേറൊരു പണിയില്ല, ഇല്ല വേറൊരു പണിയില്ല ചങ്ങായി, അതുകൊണ്ടാണ് ലൈവിൽ വന്നിനി. നിങ്ങൾക്കൊരു പണിയില്ലാത്തോണ്ടല്ലേ കമന്റ് ഇടുന്നു ഇവിടെ, നിങ്ങളിവിടെ ഇരിക്കുവായി, നമുക്ക് കുറച്ചാണ് സംസാരിച്ചു പോകാം. നദീർ പറയുന്നത് 2ാം നമ്പർ പരിപാടിയാണ് അച്ചി വീട്ടിലെ പൊരുതി എന്നാണ്. ഈ അച്ചി വീടൊക്കെ ഞാനിവിടെ പരാമർശിക്കുന്നുണ്ട്, നദീർ ഭായി. അപ്പൊ എല്ലാരും ചോദിക്കും കണ്ണൂരാണെന്ന് അറിയുമ്പോ നിങ്ങളുടെ നാട്ടില് ഭയങ്കര രാഷ്ട്രീയ കൊലപാതകല്ലേ, അതൊന്നും അങ്ങനെ കുറെ ചോദ്യം ചോദിക്കും. പിന്നീട് പ്രവാസ ലോകത്ത് ഞാൻ കൂടുതൽ കേട്ട ചോദ്യം, നിങ്ങൾ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരിലാണ്. ഞാനെന്താ ഭാര്യ വീട്ടിൽ താമസിക്കുന്നത്? അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് കുറെ ആൾക്കാർക്ക് ഒരു അജ്ഞതയുണ്ട്. അപ്പൊ അജ്ഞത നമുക്ക് മാറ്റിക്കൊടുക്കാലോ. അറിയാത്ത വിഷയത്തെ കുറിച്ച് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. അപ്പൊ ഞാൻ ഇന്നലെ കണ്ട ഒരു ട്രോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ട്രോള്. കണ്ണൂരോളി പറയുന്ന കല്യാണം യാഥാർത്ഥ്യവും. ഇതാണ് ആ ട്രോൾ, നിങ്ങൾ കണ്ടു നോക്കി, അതിൽ കാണുന്നുണ്ടാ? ഇതാണ് കണ്ണൂർക്കാര് പറയുന്ന കല്യാണം എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു പോസ്റ്റ് ഒന്നുമില്ലാത്ത ഒരു വിധവയെ പോലെയുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ, ശരീരത്തിൽ ഒരു തുള്ളി സ്വർണമോ പണ്ടോ ഒന്നുമില്ല, ഒരു മാല പോലും ഇല്ല. ഇവിടെ ഒരു പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ കണ്ണൂർക്കാര് സ്ത്രീധനം വാങ്ങുന്നില്ല എന്ന് പറയുന്നത് സംഭവം ശരി തന്നെയാണ്. സ്ത്രീധനം കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്ത്രീധനം നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പെണ്ണിനാണ് ഡിമാൻഡ്. ഒരു വിവാഹാലോചനമായിട്ട് പുറത്തിറങ്ങിയ ചങ്ങായിമാരെ ഒരു പെണ്ണെ കിട്ടാൻ ഭയങ്കര പണിയാ, ഭയങ്കര ഡിമാൻഡാ. ഒന്നും വേണ്ട, ഇത്ര പണം വേണം, ഇത്ര പണ്ടം വേണം, ഇത്ര സ്ഥലം വേണം, ഒരു വാക്ക് മിണ്ടിക്കൂടാ. അങ്ങനത്തെ ഒരു സംഭവമേ കണ്ണൂരില്ല. കണ്ണൂര് പുര നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളെ ഇപ്പോഴേ, അല്ലാണ്ട് നിങ്ങൾക്ക് നാട്ടിൽ പോലെ പെണ്ണുങ്ങൾ പുര നിറഞ്ഞു നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലത്തെ സാഹചര്യത്തിലായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കണ്ണൂർ സ്ത്രീധനം എന്ന പരിപാടി അന്യാധീനപ്പെട്ടു പോയി, അത് ഇല്ലായ്മ ചെയ്തു പോയി. കണ്ണൂർ അങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ടായി പോയി. അതാണ് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയും പെണ്ണിന്റെ വീട്ടിലാണ് ചെക്കന്റെ താമസം, പെണ്ണിന് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ അറ കൊടുക്കും. അപ്പൊ അതിന്റെ വിഷയത്തിലാണ് ഒരാൾ ട്രോൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി ഇതിനകത്ത് കാണിച്ചേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ സ്വന്തം ബാപ്പ, സ്വന്തം പിതാവ് ഈ ഒരു കോലത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമോ? ഈ ഒരു തരി പൊന്നു ശരീരത്തിലില്ലാണ്ട്. അത് സ്ത്രീധനമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ വിലവേശലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കല്യാണം ആലോചന വരുന്ന സമയത്ത് ചെക്കന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കാലം വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ആസ് ചോദിക്കും. ഒരു പതുക്കെ ഒരു ചോദ്യമുണ്ട്, എന്താ കൊടുക്കുക, എന്താ ഉള്ളേ? ഒറ്റ മോളല്ലേ, അല്ലെങ്കിൽ 2 മോളല്ലേ? മൂത്ത മോളെ കല്യാണം കഴിഞ്ഞില്ലേ? അമ്മീഷ മാട്ടൂൽ, ഞാനൊരു കണ്ണൂർക്കാരനാണ്, എന്തിനാണ് ഈ വിഷയത്തെ ഇങ്ങനെ എയറിൽ നിർത്തുന്നത് മുസ്താഖ് ഭായി? ഒന്നുമില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരുപാട് ചർച്ച കണ്ടപ്പോ, ഒരുപാട് ട്രോള് കണ്ടപ്പോ എല്ലാവരും തമാശ രൂപത്തിൽ തന്നെ എടുക്കുന്നത്, എല്ലാവരും അത് ഒരു എൻജോയ്മെന്റ് രൂപത്തിൽ തന്നെ എടുക്കുന്നത്. എന്നാലും കണ്ണൂരിലെ പുതിയാപ്പിള സമ്പ്രദായത്തെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നത്. അതിലൊരു പ്രശ്നമൊന്നുമില്ല, അത് പോട്ടെ, ആ രൂപത്തിൽ കണ്ട. അപ്പൊ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ ഈ ഒരു രൂപത്തിലാണോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക? ഒരു തരി സ്വർണം ശരീരത്തിൽ ഇട്ട് കൊടുത്താൽ അതെങ്ങനെയാണ് സ്ത്രീധനാവുക? സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് കഴിയുന്ന രൂപത്തിൽ സ്വർണ്ണം അണിയിച്ചു കൊടുക്കും. അവൾക്ക് പിന്നെ മകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടില് അത്യാവശ്യം കാണാൻ മുഞ്ചുള്ള രൂപത്തിലുള്ള ഒരു അറ ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അത് സ്ത്രീധനത്തിന്റെ കണത്തിൽ ഇങ്ങ് പെടുത്തണ്ട. അത് മുൻകൂട്ടി പറഞ്ഞിട്ട് ഇത്ര ലക്ഷം രൂപയുടെ സ്വർണം വേണം, ഇത്ര ലക്ഷം രൂപയുടെ അറ വേണം എന്ന് ചെക്കന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞവർ അത് സ്ത്രീധനത്തിന്റെ കണത്തിൽ പെടുത്താം. അതിനെ തീർച്ചയായിട്ടും നമ്മളടക്കം വിയോജിക്കുന്നു, അതിനോട് നമുക്കൊരു യോജിപ്പില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണിച്ചുകൊണ്ട് കണ്ണൂരിലെ പുതിയാപ്പിള സമ്പ്രദായത്തെ പരിഹസിക്കുന്നതിൽ എന്താ അർത്ഥമുള്ള ചോദിക്കട്ടെ. ഇപ്പൊ എനിക്കൊരു പങ്ങളാണ്, എന്റെ പങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ തന്നെ താമസം, എന്റെ പങ്ങളെ ഭർത്താവ് എന്റെ വീട്ടിൽ താമസം.
അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കണ്ണൂരിലെ പുതിയാപ്പളമാര് കളിയാട്ടമുക്ക് വന്നിട്ടുണ്ട്. എന്റെ സുഹൃത്ത് അച്ചു വീട്ടിൽ താമസിക്കുന്ന ചെക്കന്മാരോട് പുച്ഛം. റിയാസ് കളിയാട്ടമുക്ക്, എന്റെ പ്രിയപ്പെട്ട കളിയാട്ടമുക്ക് റിയാസെ, നിങ്ങൾ എല്ലാരും അച്ചി വീട്ടിൽ എന്ന് പറയുന്നത്. അച്ചി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? സ്വന്തം ഭാര്യനാ നിങ്ങൾ അച്ചി എന്ന് പറയുന്നത്. നിങ്ങളൊരു സ്വന്തം ഭാര്യനെയും കൂട്ടിയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോന്നു, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് കല്യാണത്തിന്, അപ്പൊ നിങ്ങളൊരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കാണണം. ആളെ കണ്ട ശേഷം അയാൾ വെക്കുന്നത് ഇതാരടാ ഭാര്യയാണോ? അല്ല എന്റെ അച്ചി എന്ന് പറയുമോ? അത് നിങ്ങൾ ഭാര്യ തന്നെയല്ലേ? ഭാര്യനെ നിങ്ങൾ അച്ചി എന്ന് പറയുന്നത്. ഞാനും നിങ്ങൾ ഭാര്യന്റെ കൂടെ ഒരു സെൽഫി എടുക്കുന്നത് എന്റെ ഫേസ്ബുക്കിൽ ഇടുന്നത്, ഞാനും എന്റെ അച്ചിയും. ഇങ്ങനെയാണോ നിങ്ങൾ ക്യാപ്ഷൻ കൊടുക്കുക? അല്ലല്ലോ. അപ്പൊ ഭാര്യയെ കുറിച്ച് പറയുമ്പോ അച്ചി എന്നുള്ള പ്രയോഗം അത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പരസ്പരം പറയുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രയോഗം ഇല്ല. അതൊരു ഭാഷാ പ്രയോഗമാണെങ്കിലും അതൊരു പരിഹാസ രൂപത്തിലുള്ള അവതരണം ആയതുകൊണ്ട് നമ്മൾ ഭാര്യനെ ഭാര്യ തന്നെ പറയാം. എന്റെ കെട്ടിയോള്, എന്റെ വൈഫ്, എന്റെ ഭാര്യ, എന്റെ പിന്നെ പൊന്നിൻകുളം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഈ അച്ചി വീട് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിലെ അച്ചി എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ, നമ്മുടെ നാട്ടിലെ ഭാര്യമാരെ നമ്മളെ പുച്ഛിക്കൂല. അപ്പൊ ഈ കണ്ണൂരിലെ കല്യാണം എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. ഇപ്പൊ ഒരു കല്യാണത്തിന് ഒന്നിക്കല് ചെക്കന്റെ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് സദ്യയൊക്കെ നാട്ടുകാർക്ക് വിളമ്പുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് മുമ്പേ നിക്കാഹ് കഴിഞ്ഞവരുണ്ടാവും, അതല്ലാതെ നിക്കാഹ് കഴിഞ്ഞവരുണ്ടാവും. നമുക്ക് അതിന് മുമ്പേ നിക്കാഹ് കഴിഞ്ഞത് അവിടെ ഒഴിവാക്കാം. കല്യാണത്തിന്റെ അന്നത്തെ സംഭവം നമുക്ക് നോക്കാം. ഒരു പക്ഷേ രാവിലെ 9 മണിക്കാർക്ക് പുതിയാപ്പള ഇറങ്ങാം. എവിടത്തേക്ക്? പെണ്ണിന്റെ വീട്ടിലേക്ക്. അപ്പൊ ഒന്നിക്കല് ഉച്ചക്ക് 2 മണിക്ക് 1:30 ഇറങ്ങാം. അപ്പോ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ പുതിയാപ്പന്റെ ആൾക്കാരോ ഭാര്യ വീട്ടിൽ ഓക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളെ കമന്റ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. റിയ എല്ലാരും കമന്റ് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ചെക്കന്റെ ആൾക്കാര് പെണ്ണിന്റെ വീട്ടിലേക്ക് ചെക്കനെയും കൂട്ടിയിട്ട് പോവാണ്. ചെക്കന്റെ നാട്ടുകാര്, ചെക്കന്റെ കുടുംബക്കാര്. അപ്പൊ പോകുന്ന സമയത്ത് പെണ്ണിന്റെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 5, 10 അല്ലെങ്കിൽ 15, 20 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ചിലപ്പോൾ അടുത്തടുത്തായിരിക്കും വീടുണ്ടാകാം. അപ്പൊ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പിൽ അവിടുത്തെ മഹലിൽ ഇറങ്ങിയിട്ട് അവിടെ നിക്കാഹ് ഉണ്ടാവും. അവിടുത്തെ പള്ളിയിൽ, പെണ്ണിന്റെ നാട്ടിലെ പള്ളിയിൽ നിക്കാഹ് ഉണ്ടാവും. ആ നിക്കാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോവും പെണ്ണിന്റെ വീട്ടിലേക്ക്. ഞാൻ നമ്മുടെ നാട്ടിലെ കല്യാണ രീതിയാണ് പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ മറ്റു പല സ്ഥലത്തും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ നാടും എന്റെ നാടിന്റെ അടുത്ത പരിസരവുമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ ചെക്കൻ പെണ്ണിന്റെ വീട്ടിലെത്താൻ ആ സമയത്ത് ചെക്കന്റെ കൂട്ടുകാരും ചെക്കന്റെ കൂടെ വന്ന ആൾക്കാരും നല്ല കൈമുട്ടി പാട്ടൊക്കെ പാടിക്കാൻ നല്ല അടിപൊളിക്ക് പോവാ. പിന്നെ പാട്ടൊക്കെ നല്ലോണം പാടും. കല്യാണ സഭയ്ക്കുള്ളിൽ ഇരിക്കുന്ന സകലോർക്കും, അങ്ങനെ പാട്ടെല്ലാം പാടിയിട്ട് ഇതാ വരുന്നേ മരരിതാ വരുന്നേ, ഫുൾ പാട്ടായിരിക്കും. കണ്ണൂർക്കാരെ പാട്ടൊക്കെ നിങ്ങൾ പല യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ടോ? ചെക്കൻ അവിടെ എത്തി ചെക്കന് കൊടുക്കാനുള്ള വെള്ളം കൊടുത്ത്, പാലാണെങ്കിൽ പാല്, ബൂസ്റ്റ് ആണെങ്കിൽ ബൂസ്റ്റ്, കൂടെ നടക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ ചായയും കടിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പെണ്ണിന്റെ റൂമിലേക്ക് പോകും. ചെക്കന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഒന്നിച്ച് ഫോട്ടോ എടുക്കും, വീഡിയോ ആണെങ്കിൽ വീഡിയോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നിക്കാഹ് കഴിഞ്ഞ സമയത്ത് മഹർ പിന്നെ ഉപ്പാക്ക് കൊടുത്തിട്ടുണ്ടാവല്ലോ, ആ മഹർ അതേ റൂമിൽ നിന്ന് തന്നെ പെണ്ണിന്റെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കും. ആര്? കല്യാണ ചെക്കൻ. അങ്ങനെ അവിടുന്ന് അവരൊന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഈ കല്യാണ ചെക്കനും ഈ കല്യാണ ചെക്കന്റെ കൂടെ പോയ ആൾക്കാരും എവിടത്തേക്ക് തിരിക്കും? കല്യാണ ചെക്കന്റെ വീട്ടിലേക്ക് തന്നെ തിരിക്കും. അപ്പൊ കൂടെ ആരുണ്ടാവില്ല, പെണ്ണുണ്ടാവില്ല. അങ്ങനെ അവിടെ തിരിച്ചു വന്നിട്ട് രാവിലെ ഞാൻ പറഞ്ഞ പോലെ 9 മണിക്ക് 10 മണിക്കാണ് പെണ്ണിന്റെ വീട്ടിലേക്ക് പോയതെങ്കിൽ പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ചെക്കന്റെ വീട്ടില് കല്യാണ സദ്യ ഉണ്ടാവും, കല്യാണ പാർട്ടി ഉണ്ടാവും. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം ഒരു ഉച്ചയാവുന്ന സമയത്ത് ഈ ചെക്കന്റെ വീട്ടിലുള്ള ചെക്കന്റെ പെങ്ങന്മാരോ വേണ്ടപ്പെട്ട ആൾക്കാരോ പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു കാറിൽ 5 or 6 ആൾക്കാർ പോകും. എന്തിനാണെന്നറിയാം? ഈ പെണ്ണ് ചമയിക്കാൻ. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഈ പെൺകുട്ടിയെ അവിടുന്ന് ചമയ്ക്കും. മേക്കപ്പ് ഉണ്ടെങ്കിൽ മേക്കപ്പ്, എന്തെങ്കിലും വലക്കരം മൂടാങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുത്ത് പെണ്ണിനെ ചമയിച്ച് സുന്ദരിയാക്കും. അതിന്റെ അടുക്ക് ഈ പെണ്ണിന്റെ ആൾക്കാർ എന്താക്കും? ഈ പെണ്ണിന്റെ ആൾക്കാരും ഈ പെണ്ണും ചെക്കന്റെ വീട്ടിലേക്ക് വരും, പെണ്ണിനെയും കൂട്ടിക്ക്. അപ്പൊ ഈ ചെക്കൻ ഇറങ്ങുന്നതിന് മുമ്പ്, രാവിലെ നിക്കാഹിന് ചെക്കൻ ഭാര്യ വീട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കാരണവന്മാരും അവിടെ ഏതെങ്കിലും ഒരു ഉസ്താദോ ഒരു 3-4 ആൾക്കാർ അവരെ സ്വീകരിക്കാൻ വരുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതിന് തേടാൻ വരുമെന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയും. അതെന്തോ ആയിക്കോട്ടെ, അവർ സ്വീകരിക്കാൻ വേണ്ടി വരും, വിളിച്ച് കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ പിന്നീട് എന്തായി? ഈ പെണ്ണിന്റെ ആൾക്കാർ പെണ്ണിനെയും കൂട്ടിയിട്ട് ചെക്കന്റെ വീട്ടിലേക്ക് വന്ന്, ചെക്കന്റെ വീട്ടിൽ വന്നിട്ട് ചെക്കനും പെണ്ണും ഒന്നിച്ചിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ലാസ്റ്റ് ഈ പെണ്ണിന്റെ ആൾക്കാർ മുഴുവൻ തിരിച്ചു പോകും. പെണ്ണിനെ ചെക്കന്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് പെണ്ണിന്റെ കൂടെ വന്ന ആൾക്കാർ മുഴുവൻ തിരിച്ചു പോകും. അപ്പൊ പെണ്ണിന്റെ കൂടെ കൂട്ടിനൊന്നിക്കില് അവളുടെ കുടുംബത്തിൽ ഏതെങ്കിലും കുട്ടികളുണ്ടാവും, 1-2 കുട്ടികളെ കൂട്ടിന് അവിടെ ഇരുത്തും.
അപ്പൊ അന്ന് ഏകദേശം മഗ്‌രിബ് വാങ്ങൊക്കെ ആവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പോ, കൂടുതൽ മഗ്‌രിബിന് മുമ്പ് തന്നെ പെണ്ണിന്റെ ആൾക്കാര് ചെക്കന്റെ വീട്ടിലേക്ക് വരും. പെണ്ണിനെ ചെക്കന്റെ വീട്ടിൽ ആടാക്കിയിട്ട് തിരിച്ചു പോകും. അപ്പൊ രാത്രി ഏകദേശം ഒരു 8 മണി അല്ലെങ്കിൽ ഇശാ ബാങ്കിന് മുമ്പോ, അല്ലെങ്കിൽ അടുത്താണെങ്കിൽ ഇശാ ബാങ്കിന് ശേഷമോ അവരവരെ സൗകര്യം പോലെ ഈ ചെക്കനെയും പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു മോൻ ഉള്ള വീട്ടുകാർ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞിട്ട് അവിടെ എത്തുന്നുണ്ട്, കളിയാട്ടമൊക്കെ നിങ്ങൾക്കെല്ലാം ഉള്ള ഞാൻ തരുന്നുണ്ട് അടക്ക്. ഈ ചെക്കനെയും പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിട്ട് ആര് വരും? പെണ്ണിന്റെ കാരണവന്മാരോ പെണ്ണിന്റെ ഏട്ടനോ വേണ്ടപ്പെട്ട ആൾക്കാരെങ്കിലും വരും. എന്നിട്ട് ഈ ചെക്കന്റെ വീട്ടിൽ രാത്രി ഏകദേശം ഒരു ഇശാ സമയമാകുമ്പോൾ വന്നിട്ട് അവിടുന്ന് ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചെക്കനെയും പെണ്ണിനെയും വീണ്ടും കൊണ്ടാക്കുമ്പോഴത്തേക്ക് സ്വന്തം പെണ്ണിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അന്ന് രാത്രി ചെക്കൻ അവിടെയാണ് താമസം. അവരുടെ ആദ്യ രാത്രി, അവരുടെ മണിയറ പെണ്ണിന്റെ വീട്ടിലാണ്, അവിടെയാണ് അറ. മനസ്സിലായില്ലേ? അങ്ങനെ അവര് നേരെ പിറ്റേന്ന് ഈ ചെക്കൻ സ്വന്തം വീട്ടിലേക്ക് തിരിക്കുക ചെയ്യാം. ഞാൻ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിട്ടോ വളരെ വിശദീകരിച്ചു തരുന്നേ. ഇത് കുറെ ആൾക്കാർ അറിയാത്ത വിഷയമാണ്. ഒരുപാട് ആൾക്കാർ പെണ്ണിന്റെ വീട്ടിലാണ് സ്ഥിരതാമസം ചെക്കന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലാണല്ലോ കണ്ണൂർ ജില്ലയിലെ പുറമേൽ ആൾക്കാർ താമസിക്കുന്നത്. അപ്പൊ അതേപോലെ കണ്ണൂർ ജില്ലയിലുള്ള മുസ്ലിം കുടുംബത്തിലുള്ള ചെക്കന്മാര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ വീട്ടിൽ സ്ഥിരതാമസമാണ് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ വിശദീകരിച്ചു തരുന്നത്. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് പോവാം. അപ്പോ നമ്മുടെ ശ്രീമതി ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണൂർ ജില്ലയിലെ മുസ്ലിം കുടുംബത്തിലുള്ള കല്യാണ ശൈലി മറ്റുള്ളവർ അനുകരിക്കണം. ആ ഒരു സമ്പ്രദായത്തെ കുറിച്ചാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പരിഹസിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് വിഷയം പറഞ്ഞു വന്നത്. അങ്ങനെ പിന്നീട് ഈ ചെക്കൻ 1-2 ദിവസം കളിയാട്ടുമുക്കിലുള്ള അബയ്യ പേഴ്സണലായിട്ട് വരുന്നുണ്ട്. ചെക്കൻ പെണ്ണിന്റെ വീട്ടില് ഇങ്ങനെ വൈകുന്നേരം, കല്യാണത്തിന് പിറ്റേന്ന് വൈകുന്നേരം പോവും. പിറ്റേന്ന് രാവിലെ ഒരു 8 മണി 9 മണിയാകുമ്പോ തിരിച്ചു വരും. അങ്ങനെ 2-3 ദിവസം അങ്ങനെ ആയിരിക്കും. അധികം സമയം അവിടെ നിൽക്കില്ല. പിന്നീട് ഈ പെണ്ണിന്റെ ആൾക്കാരും പിന്നെ ചെക്കന്റെ ആൾക്കാരും അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. സൽക്കാരമൊക്കെ ഉണ്ടാവും. ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞാൽ പിന്നീട് ഈ ചെക്കൻ സ്വന്തം വീട് പോലെ തന്നെ ഈ ഭാര്യ വീടായി. അവനക്ക് എപ്പം വേണമെങ്കിൽ അവിടെ പോകാം, എപ്പം വേണമെങ്കിൽ ഇറങ്ങി വരാം. അതേപോലെ തന്നെ സ്വന്തം വീട്ടിലും. ആ പെണ്ണിന് സ്വന്തം വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. സ്വന്തം ഉപ്പാരുടെ കൂടെ, സ്വന്തം ഉമ്മാരുടെ കൂടെ, സ്വന്തം അംഗന്മാരുടെ കൂടെ അവിടെ താമസിക്കുന്നുണ്ട്. പെണ്ണിന് ഒരു കുഴപ്പമില്ല. ശാന്തി, സമാധാനം, സുഖം. എത്ര സന്തോഷം നോക്കിയേ. ഇതുകൊണ്ടല്ലേ കണ്ണൂർ ജില്ലയിൽ അമ്മായിയമ്മ പോരില്ലാത്തത്? അമ്മായിയമ്മ, മരുമോൾ പോര്, നാത്തൂൻ പോര് കണ്ണൂർ ജില്ലയിൽ ഇല്ല ചങ്ങായിമാര്. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കണ്ണൂരെ സമ്പ്രദായം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പറ്റുമോ ഫോളോ ചെയ്തോ. നിങ്ങൾ പറ്റാത്ത ആൾക്കാർ നിങ്ങൾക്കെതിരെ ഫോളോ ചെയ്യുന്നേ. നിങ്ങളപ്പുറം ഇപ്പുറം അടിയും പിടിയാക്കിയിട്ട് അങ്ങനെ ജീവിച്ചു പോയിക്കോ, നമുക്കൊരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് കണ്ണൂരിലെ ചെക്കന്മാര് ഭാര്യ വീട്ടിൽ സ്ഥിരതാമസമാണോ? അതായത് കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന പോലെ ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല. രാവിലെ ഉച്ചക്കും വൈകുന്നേരം രാത്രിയും ഫുൾ ടൈം തന്നെ അവിടെ തന്നെയല്ല. അവന്റെ വീടുണ്ട്, അവന്റെ വീട്ടിലേക്ക് പോകും. ചിലപ്പോ ഉച്ചക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആകുമ്പോൾ ചിലപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോവാം. പിന്നെ രാത്രിക്ക് തിരിച്ചു പോകും. അതേപോലെ ഈ പെണ്ണിയും കൂടിയിട്ട് സ്വന്തം വീട്ടിലാകുമ്പോൾ വന്നിട്ട് അവിടെയും താമസിക്കും. ഒരാഴ്ച താമസിക്കുവാണെങ്കിൽ അവനക്ക് ഇഷ്ടമുള്ള സമയം വരെ താമസിക്കും. അവൻ സ്വന്തം പാട്ടിലും സ്വന്തം ഭാര്യ വീട്ടിലും അവനക്ക് ഒരേ സ്ഥാനമാണ്. അപ്പോ നിങ്ങളുടെ നാട്ടിൽ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ പുറത്തുള്ള ആൾക്കാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യ നാട്ടിലുള്ള ആൾക്കാരായിട്ട് വലിയൊരു ബന്ധം ഉണ്ടാകും ഇല്ലല്ലോ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പെണ്ണിയും കൂട്ടി നിങ്ങളുടെ നാട്ടിൽ തന്നെ സ്ഥിരതാമസം, നാട്ടിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിപ്പോയി. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടുകാരെ മുഴുവൻ നമുക്ക് പരിചയമാണ്, ജന്മനാടായതുകൊണ്ട്. ഭാര്യ വീട്ടിൽ താമസിച്ചു തുടങ്ങിയാൽ ഭാര്യ വീട്ടിലെ ആൾക്കാരുമായിട്ടും അവിടുത്തെ മഹലുമായിട്ടും നമുക്ക് ബന്ധമാണ്. നമുക്ക് 2 മഹലിലും ബന്ധമാണ്. നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരെ പോകുന്നു. നമ്മൾ നമ്മുടെ നാട്ടിലും അതുപോലെ അവരുടെ നാട്ടിലും നമുക്ക് നമ്മുടേതായ സ്ഥാനമുണ്ട്. നമ്മുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും ചിലപ്പോൾ ഭാര്യ വീട്ടിലെ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിലെ നമ്മൾ അംഗങ്ങളായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ പരന്ന് കിടക്കാണ്, കടല് പോലെ. നിങ്ങളെ പോലെ സ്വന്തം നാട്ടിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നവരല്ല നമ്മള്. മനസ്സിലല്ലേ? അപ്പൊ എനിക്ക് ഉപ്പ ഉമ്മ ഒന്നും വേണ്ടേ? അതന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളെ ഉപ്പയും നമ്മളെ ഉമ്മയും നമ്മുടെ സ്വന്തം വീട്ടിലുണ്ട്. ആ ഉപ്പാനും ഉമ്മാനും സ്വന്തം വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട്, ഒരു മോനാണെങ്കിലും ഒറ്റക്കാക്കിയിട്ട് ഭാര്യ വീട്ടിൽ തന്നെ സ്ഥിരതാമസമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി. എല്ലാ ദിവസവും സ്വന്തം വീട്ടിലേക്ക് വരൂ. ഏതെങ്കിലും 1-2 ദിവസം മാത്രം ഭാര്യ വീട്ടിൽ ഒരു ദിവസം ഫുള്ളായിട്ട് താമസിച്ചാലായി. എല്ലാ ദിവസവും സ്വന്തം വീട്ടിലേക്ക് വരുന്നവരാണ് കണ്ണൂർ ജില്ലയിലെ ആണുങ്ങൾ, പുതിയാപ്പണമാര്. അതല്ലാണ്ട് സ്വന്തം ഉപ്പാനുമാരും നോക്കാത്ത ആൾക്കാരല്ല. പിന്നെ പെണ്ണിന്റെ വീട്ടുകാരല്ല ഈ ചെക്കനെ എല്ലാ കാലവും തീറ്റി പോറ്റേണ്ടത്. ആ ചെക്കനും ആ പെണ്ണിനും ആ വീട്ടിൽ എന്തൊക്കെ ചെലവുണ്ട്, ആ ചെലവ് മുഴുവൻ ഈ ചെക്കനെ പെണ്ണിന്റെ ഉപ്പായി ഏൽപ്പിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ ചെലവ് നോക്കുന്നതും സ്വന്തം ചെലവ് നോക്കുന്നതും ഈ പുതിയാപ്പള തന്നെയാണ്.
കേരളത്തിലെ 13 ജില്ലയിലെ ചെക്കന്മാർക്ക് എന്റെ ബിക്സിലോട്ട് റിയാസ് കളിയാട്ടമൊക്കെ പൊന്നാര ചങ്ങായി. കേരളത്തിൽ കണ്ണൂർ ജില്ല മാത്രമല്ല, കാസർഗോഡ് പല ഭാഗത്ത്, നാദാപുരത്ത് പല ഭാഗത്ത്, അങ്ങനെ പല സ്ഥലത്തും ഈ ഒരു സമ്പ്രദായം ഉണ്ട്. മനസ്സിലായ? ഗൾഫിൽ നിന്ന് പോകുമ്പോൾ 2 പെട്ടി കെട്ടേണ്ടി വരും. ഒരു 2 പെട്ടിയും കെട്ടണ്ട. സ്വന്തം വീട്ടിലെ ഉപ്പാക്കും ഉമ്മാക്കും പങ്ങന്മാർക്കും അവരുടെ മക്കൾക്കും വേണ്ട സാധനങ്ങളും ഭാര്യക്കും ഭാര്യയുടെ വീട്ടിലാർക്കൊക്കെ എന്നൊക്കെ വേണമെങ്കിൽ അത് നമ്മളെ പട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോകും നമ്മള്. നമുക്ക് അങ്ങനെ വേർതിരിവില്ല. നിങ്ങൾക്ക് അതാന്നല്ലേ പൈസന്റെ കാര്യത്തിൽ അതല്ലേ നിങ്ങൾക്ക് ഇത്ര ഇത്. സ്വന്തം വീട്ടിലും ചെലവിന് കൊടുക്കണം, ഭാര്യ വീട്ടിലും ചെലവിന് കൊടുക്കണം, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോ അതൊക്കെയാ നിങ്ങളെ പരിപാടി. അതൊക്കെയാ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ ജീവിച്ച് നിങ്ങളെ നാട്ടിൽ തന്നെ നിങ്ങൾ ജീവിക്കുമ്പോ സ്വന്തം ഭാര്യ വീട്ടിലെ അയൽവാസികളെ പോലും ആ നാട്ടിലെ മഹല്ല് കമ്മിറ്റിക്കാരെ പോലും നിങ്ങൾക്കൊരു ബന്ധോ പരിചയം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലെ മഹല്ല്, നമ്മുടെ നാട്ടുകാർ, അതുപോലെ തന്നെ ഭാര്യ നാട്, ഭാര്യ വീട്ടിലെ ആൾക്കാർ, അവരൊക്കെ ആയിട്ട് നമുക്ക് നല്ല ബന്ധം. നമുക്ക് 2 നാട്ടിലും നമ്മുടേതായ സ്ഥാനങ്ങളും നമ്മുടേതായ പരിചയക്കാരുമാണ്. നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലില്ല. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നാട്ടിലെ ഈ വീഡിയോ കാണുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ മുസ്താഖ് എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇതൊരു തമാശ രൂപത്തിലുള്ള ഒരു വിഷയാവതരണം മാത്രമേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. സീരിയസ് ആയിട്ടുള്ള സംസാരമൊന്നുമില്ല. ജസ്റ്റ് ഒരു തമാശയായിട്ട് എല്ലാവരും കണ്ടാൽ മതി. നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക്. സ്വന്തം വീട്ടിൽ ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ സ്ഥിരമായിട്ട് താമസിക്കുന്നതാണ് നിങ്ങൾക്ക് സുഖം? ഭർത്താവിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നതാണ് സുഖം? അവര് ചില ആൾക്കാർ പറയും സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുന്ന സുഖം. ഉപ്പ ഉമ്മ ആങ്ങളമാര് ഹോ അതിന് വലിയ സൗഭാഗ്യം വേറെ. സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് സ്ഥിരമായിട്ട് താമസിച്ച് സ്വന്തം ഉമ്മാനെ കാണാൻ, സ്വന്തം ഉമ്മാന്റെ വീട്ടിലേക്ക് വന്നിട്ട് താമസിക്കാൻ, ജനിച്ച വീട്ടിലൊന്ന് താമസിക്കാൻ കെട്ടിയോമാരെ കാല് പിടിക്കേണ്ട അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടില്ല. പെണ്ണുങ്ങളെ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഭർത്താവിനോട് സമ്മതം ചോദിക്കുമ്പോൾ കൊടുക്കൂല. ചിലപ്പോൾ നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന സമയത്തോ മറ്റോ ആണെങ്കിൽ ഇനി പോണ്ടെന്ന് പറയും. സ്വന്തം ഉമ്മാന്റെ കുടുംബത്തിലോ മറ്റോ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് സമ്മതിക്കാത്ത അമ്മായിമ്മമാരുണ്ട്. സ്വന്തം മോനെ കൊണ്ട് പോകാൻ വിടണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തും കണ്ണൂർ ജില്ലക്ക് പുറത്ത് അമ്മായിയമ്മ നാട്ടിൽ പോരൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സമ്പ്രദായം ഇല്ല. നമ്മുടെ നാട്ടിൽ ചെക്കന്റെ വീട്ടിലും ചെക്കൻ്റെതായ സ്ഥാനമുണ്ട്, പെണ്ണിന്റെ വീട്ടിലും പെണ്ണിന്റേതായ സ്ഥാനമുണ്ട്. ഭർത്താക്കന്മാർക്ക് ഒരു ഫ്രീഡം കിട്ടുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. സജന കമറാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. സജന കമർ, ഭർത്താക്കന്മാർക്ക് എവിടെ എങ്ങനെ ഫ്രീഡം കിട്ടുന്നില്ല എന്ന് പറയുന്നത്? ഭർത്താക്കന്മാർക്ക് ഒരു ഫ്രീഡത്തിന് ഒരു കുറവില്ല. ആരാ പറഞ്ഞേ? എന്റെ വീട്ടുണ്ടല്ലോ, എന്റെ മംഗള ഭർത്താവ്, എന്റെ ഇളയമ്മമാരെ ഭർത്താക്കന്മാരുണ്ടല്ലോ. നമ്മളൊക്കെ ഇത് കണ്ടും ജീവിച്ച ആൾക്കല്ലേ. എല്ലാ കമന്റ്സിനും സന്തോഷത്തോടെ മറുപടി കൊടുക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. റിയ, തീർച്ചയായിട്ടും ഇതൊരു വാക്ക് പോലല്ല, ഒരു തമാശ രൂപത്തിലുള്ള ഒരു സംസാരം മാത്രമാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും, കണ്ണൂർക്കാരനായതുകൊണ്ട്. മരിച്ചു കബറിൽ പോയാലും നമ്മളെ പുതിയാപ്പിളയുടെ കബറാണെന്ന് പറയും. പുതിയാപ്പിള എന്നുള്ളത് അവിടുത്തെ ഒരു സ്ഥാനപ്പേരാണ്. അതായത് എന്റെ പുതിയാപ്പിളയാണ്. പുതിയാപ്പിള പറഞ്ഞാൽ പൂമായ ഇട്ടിട്ട് കല്യാണ വീട്ടിലേക്ക് വരുന്നോ മാത്രമല്ല പുതിയാപ്പിള എന്നുള്ളത് അവിടുത്തെ ഒരു സ്ഥാനമായിട്ട് മാറും. മനസ്സിലായി? എന്റെ പെങ്ങളെ ഭർത്താവ് എനിക്ക് പുതിയാപ്പിള, എനിക്ക് അളിയനാ. അളിയെന്നും പറയാം, പുതിയാപ്പിള മാറും, രണ്ടും പറയാം. ഇനിയിപ്പോ ഞാൻ ഒരാൾ മരിച്ചുപോയാൽ അതാരെ കബറ, അയാളെ പേര് പറയും. ഇവിടെ അയാളുടെ സ്ഥാനം, കുടുംബത്തിന് അയാൾക്കുള്ള സ്ഥാനം പുതിയാപ്പിളയാണ്. അളിയെന്ന് അറിയില്ലേ? അളിയെന്ന് പറയുന്ന പ്രശ്നം. അളിയെന്നും പറയാം, പുതിയാപ്പിള മാത്രം പറയണ്ട. നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് പോ ഷഫീഖ്. ഓക്കെ, ഷഫീഖ് കണ്ണൂർ ജില്ലയൊക്കെ പുറത്തുള്ള ആളാണ്. ഞാൻ പറഞ്ഞത് തമാശയല്ല. സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെയും കൂടെ താമസിക്കാൻ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭർത്താവിനോട് സമ്മതം ചോദിച്ചിട്ട് ഭർത്താവ് വിടാത്ത എത്ര സംഭവങ്ങളുണ്ട്. എത്ര പെണ്ണുങ്ങൾ അത് ആവശ്യത്തിൽ സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എത്ര ഭർത്താക്കന്മാരുണ്ട്? ഭാര്യ വീട്ടിലേക്ക് പോവാൻ വേണ്ടി ചോദിക്കുമ്പോൾ സ്ഥിരമായിട്ട് സമ്മതം കൊടുക്കുന്ന ആൾക്കാർ. നിങ്ങൾ വാശി പിടിക്കാറില്ലേ? ഇപ്പം പോകണ്ട, പിന്നെ പോവാം, 1-2 ദിവസം ഞങ്ങൾ പറയില്ലേ മതി തിരിച്ചുവാന്ന് അറിയില്ലേ? അങ്ങനെ ഇല്ലാത്ത ആണുങ്ങൾ ഇവിടെ പറഞ്ഞേ. എന്റെ കളിയാട്ട മുക്ക് തന്നെ പറ. എന്റെ ചങ്കണ്ട് ഇതിൽ കുറെ സമയം കമന്റ് ഉണ്ട്. ഗ്യാസ് കളിയാട്ട മുക്ക് നിങ്ങൾ തന്നെ പറ. നിങ്ങളെ ഭാര്യ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് പറഞ്ഞേക്കാറുണ്ടാ? അല്ലെങ്കിൽ ഭാര്യ ചോദിക്കുമ്പോഴൊക്കെ സമ്മതം കൊടുക്കാറുണ്ടാ? ഇല്ലല്ലോ. പിന്നെ ഞാൻ വേറെന്ന് പറഞ്ഞ ഇന്നലെ ഞാൻ ആവശ്യത്തിന് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഈ സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നാലും ചിലയിടത്തൊക്കെ അങ്ങനെയുണ്ട്. ഭാര്യ ഗർഭിണിയായില്ലേ, അതിന് നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ പുറത്തുള്ള ആൾക്കാർ എനിക്കൊരു മറുപടി ഈ ലെവലിൽ തന്നെ കമന്റ് ചെയ്യണം. ഭാര്യ ഗർഭിണിയായാല് മരണം വരെ അവിടെ നിൽക്കാൻ പറ്റുമോ? അതിനിടക്ക് സ്വന്തം വീടൊക്കെ എടുത്ത് താമസിക്കില്ല സുഹൃത്തെ യാസർ. സ്ഥിരമായിട്ട് ഭാര്യ വീട്ടിൽ തന്നെ താമസിക്കുമോ? അവനക്ക് വീടെടുക്കാനുള്ള കാര്യപ്രാപ്തി ആയാല് അവൻ സ്വന്തമായിട്ട് വീടെടുത്തിട്ട് മാറും. ചിലപ്പോൾ ഭാര്യ വീട്ടിൽ തന്നെ ആയിരിക്കും വീടെടുക്കുക, ചിലപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ആയിരിക്കും വീടെടുക്കുക. അതൊക്കെ സംഭവിക്കും സ്വാഭാവികമായിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോ, അമ്മക്കാരെന്നൊക്കെ പറഞ്ഞാൽ ബേജാറാകണ്ട. ഭാര്യയൊക്കെ ഗർഭിണിയായാല് ഭാര്യയെ പറഞ്ഞേക്കും ഇവിടത്തേക്ക് 8-ാം മാസം 6-ാം മാസം ആയാലും സ്വന്തം വീട്ടിലേക്ക് ഉപ്പാരുമാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. എന്നിട്ടോ
പ്രസവം കഴിയുന്നവരെ ഭാര്യ എവിടെയാ താമസം? അതെന്തേ ആ സമയത്ത് മാത്രം ഭാര്യയെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി പറ്റൂലേ? അതൊരു ചടങ്ങാണോ നിങ്ങളുടെ നാട്ടിൽ? എനിക്കറിയില്ല. ചെലവിന് കൊടുക്കുന്നത് ഇവര് തന്നെയാണെന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞത് ഭാര്യ വീട്ടുകാരാണ് ആദ്യ പ്രസവത്തിന്റെ ചെലവ് ചെയ്യാന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല അല്ലാഹു പോലെ. അതുവരെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ച ഭാര്യയെ പിന്നീട് പ്രസവത്തിന്റെ സമയമാകുമ്പോൾ സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ അവിടെ വീട്ടിൽ പറഞ്ഞേക്കുക. അതെന്തുകൊണ്ടാ? അത് നിങ്ങൾ പറ. അതെന്തിനാ പറഞ്ഞേക്കുന്നേ? ആ ചെലവ് ആരായിട്ട് എടുക്കുക? ഭർത്താക്കന്മാരാണെങ്കിലും സ്വന്തം ഭാര്യമാരെ ശരിക്ക്. സജന കമറിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റ് പോയല്ലോ. അതൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. നിനക്ക് സ്ഥലവും വീടും ഞാൻ വാങ്ങിത്തരാൻ, നീ അങ്ങോട്ട് പോകരുത്, അവിടെ പോസു. ആ കമന്റ് ഇവിടെ കാണുന്നില്ല. ഭാര്യമാരെ ശരിക്കും ഉപദേശിക്കാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും പെണ്ണിന്റെ ഉമ്മ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ കയറി പറയും. അങ്ങനെ വീർപ്പൂട്ടൊന്നും കേൾക്കുന്നു. അതൊന്നില്ല സജ്ജനാക്കാൻ പറയാം. ആരാ പറഞ്ഞ ഭാര്യ ഉപദേശിക്കാൻ വേണ്ടി പറ്റില്ല എന്നാ? ഭാര്യ വീട്ടില് പിന്നെ നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിലാണ് ഈ ആചാരം. അതുകൊണ്ട് എന്റെ മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഭാര്യയുടെ ഉപ്പയും ഉമ്മയും നമുക്ക് സ്വന്തം ഉപ്പയും ഉമ്മയാണല്ലേ. ഒരാള് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ വിവാഹ ബന്ധം വേർപ്പെടുത്തിയാൽ പോലും ആ പെണ്ണിന്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം പിന്നീട് മരണം വരെ മാറുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും പറയണം. റഫീഖ, ആനക്കാരട്ടപ്പാടി, ഇങ്ങൾക്കൊക്കെ ഞാൻ പള്ളമർച്ച് തരുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ കുറെ കമന്റ് ചെയ്ത് ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാ. സ്വന്തം ഭാര്യയുടെ ഉമ്മ ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെട്ടാൽ പോലും ഭാര്യയുടെ ഉമ്മയായിട്ടുള്ള ബന്ധം മാറുന്നില്ല. മനസ്സിലായി? ആ ഭാര്യയുടെ ഉമ്മ ഈ പുയ്യാപ്പിളക്ക്, ഈ പയ്യന് എന്നും ഉമ്മ തന്നെയാണ്. ആ ഭാര്യയുമായിട്ടുള്ള വിവാഹ ബന്ധം തലാക്കിലൂടെ വേർപ്പെട്ടാലും അല്ലേ? അങ്ങനെയുള്ള ഒരു ഉപ്പ, അങ്ങനെയുള്ള ഒരു ഉമ്മ, ആ ബന്ധമുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നതിലല്ലേ നിങ്ങൾ ഈ അച്ചി വീട് എന്ന് പറഞ്ഞ പരിഹസിക്കുന്നത്? അച്ചി വീട് എന്താ ഈ അച്ചി? നിങ്ങളെ ഭാര്യ നിങ്ങൾ അച്ചി എന്ന് പറയാം? 7 മാസം വീട്ടിൽ വരുന്നത് ചടങ്ങാണ്, ചിലവ് വഹിക്കുന്നത് ഭർത്താവാണെന്ന് സജ്ജന കമർ പറയുന്നു. ഓക്കെ, ഭർത്താവാണ് ചിലവ് വഹിക്കുന്നെങ്കിലും ആ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? അന്തേ സ്വന്തം ഭർത്താവിന്റെ വീട്ടില് അവരുടെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ആങ്ങളമാരെയും നാത്തൂന്റെയും ഇടയിൽ നിങ്ങൾക്ക് ആ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാ? ഉപ്പാന്റെയും ഉമ്മാന്റെയും തണലില് ആദ്യത്തെ പ്രസവം നടക്കണം എന്നൊരു ചടങ്ങ് അവിടെ ഉണ്ടാക്കിയെന്നുണ്ടറിയോ? ഉപ്പയും ഉമ്മയും തന്നെയാണ് ഏറ്റവും വലുത്. ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും, ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും അവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ പോലും സ്വന്തം ഉമ്മാന്റെയും ഉപ്പാന്റെയും കീഴിൽ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സൗഭാഗ്യം ഉണ്ടല്ലോ, അത് കിട്ടൂല നിങ്ങൾക്ക് ആർക്കും. ആ ഭാഗ്യം കണ്ണൂർ ജില്ലയിൽ പുറത്തുള്ള പല നാടുകളിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഇല്ലാത്തതിൽ ഞാൻ അതിയായി ഖേദിക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ എല്ലാം കൊണ്ട് സന്തോഷവതികളാണ്. സ്വന്തം വീട്ടിലാണെങ്കിൽ സ്വന്തം വീട്ടിൽ സന്തോഷം, ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുമ്പോൾ അവിടെയും സന്തോഷം. എന്തെങ്കിലും ചെറിയൊരു അടങ്ങർ അവിടെ ഉണ്ടെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് അവിടെ നിൽക്കണ്ടല്ലോ, അതും സഹിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കാലോ. അതുകൊണ്ട് നമുക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അച്ചി വീട് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുമ്പോൾ, അച്ചി വീട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരിഹസിക്കുന്ന ഭാര്യ വീട്ടിലും അവരുടെ നാട്ടിലും അവരുടെ കുടുംബത്തിലും സ്വന്തം നാട്ടിലും കല്യാണം കഴിഞ്ഞ ചെറുക്കന്മാർക്ക്, പുതിയാപ്പിള എന്ന് പറഞ്ഞ് കളിയാക്കുന്നില്ല, പുതിയാപ്പിളമാർക്ക് ഉണ്ടാകുന്ന പവർ, സ്ഥാനം, അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അസൂയുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുന്നത്, പല പോസ്റ്ററുമായിട്ട് വരുന്നത്. അപ്പൊ അറേന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോ സ്വർണം ഭാര്യ മക്കളെ അണിയിക്കുന്നതും നല്ലൊരു അറ കൊടുക്കുന്നതൊന്നും കരാറിന്റെ അടിസ്ഥാനത്തിൽ നിന്നല്ല, അത് ആ ഉപ്പാന്റെ കഴിവിനനുസരിച്ചിട്ട് ആ ഉപ്പ കൊടുക്കുന്നതാണ്. അപ്പൊ അതൊന്നും സ്ത്രീധനത്തിന്റെ ഗണത്തിൽപ്പെടുത്തണ്ട. പറഞ്ഞിട്ട് ചെയ്യിക്കുന്നത് സ്ത്രീധനം തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്ര ലക്ഷം രൂപ അറ വേണം, അതിൽ ഇന്ന AC വേണം, പിന്നെ സ്വർണത്തിന്റെ അളവ് ഇത്തിരി ഉണ്ടാകണം, എന്തെങ്കിലും പിന്നെ സ്വത്ത് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ആ രൂപത്തിലൊക്കെ പറഞ്ഞു ചെയ്യിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീധനം തന്നെയാണ്. ആ രൂപത്തിലുള്ള വിവാഹത്തെ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ കണ്ണൂരിൽ സ്ത്രീധനം ഇല്ല എന്ന് പറയുമ്പോൾ അറേന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത്ര ലക്ഷം രൂപ അറ വാങ്ങുന്നുണ്ട്, ഇത്ര ലക്ഷം രൂപ വരെ സ്വർണ്ണം ഇടിക്കുന്നുണ്ട്. സ്വർണ്ണം ഇടിക്കാണ്ട് മക്കളാരും കെട്ടിപ്പിച്ച് അയക്കോ? എന്തെങ്കിലും ഒന്നും പിടിച്ചു കയറില്ല.
അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാ ദിവസവും ഭാര്യ വീട്ടിൽ പോകാൻ നിർബന്ധമോ? യാസർ യാസി എല്ലാ ദിവസവും ഭാര്യ വീട്ടിൽ, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഭാര്യനെ വേണമെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ താമസിപ്പിക്കാം. നിങ്ങൾക്ക് 2 ദിവസം ഭാര്യന്റെ കൂടെ പോയി താമസിക്കണമെന്ന് കാര്യം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്കാവും. അവിടെ നിന്ന് ആരും നിങ്ങൾ വഴക്കോരാനോ ചീത്തറാനോ നിൽക്കൂല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം ഇങ്ങനെ? മുഹമ്മദ് റജീസ്, കണ്ണൂർക്കാരനായ നീ എന്നെ ചോദിക്കണം. കണ്ണൂർ ജില്ലയിൽ മാത്രം ഇങ്ങനെ ആര് പറഞ്ഞതിനോട്? ലക്ഷദ്വീപിൽ ഈ സമ്പ്രദായമല്ലേ? കാസർഗോഡ് ഏതൊക്കെ സ്ഥലത്ത് ഈ സമ്പ്രദായം ഉണ്ട്? ഞാൻ നേരത്തെ കണ്ടൊരു പോസ്റ്റ് ഞാൻ വായിച്ചതാ, എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയില്ല. കാസർഗോഡ് ഭാഗത്ത് നാദാപുരം ഭാഗത്തൊക്കെ ഈ വിഷയത്തൊക്കെ ഈ ഒരു സമ്പ്രദായം തന്നെ പല സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ടല്ലേ ശ്രീമതി ടീച്ചർ പറഞ്ഞത് റഹീന കാലിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റഹീന എന്നുള്ളൊരു ലേഡിയാണെന്ന് തോന്നുന്നു, അറിയില്ല. കാലിക്കറ്റ് ഉണ്ടെന്ന് അവർ പറയുന്നത്. എന്നാ പിന്നെ ഈ റഹീന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നതാണോ അല്ല ഭർത്താക്കന്മാരെ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നതാണോ? എവിടെയാണ് നിങ്ങൾക്ക് സന്തോഷമുള്ളത്? നിങ്ങൾക്ക് തോന്നിയത് ഒന്ന് കമന്റ് ചെയ്യോ പ്ലീസ്. കാസർഗോഡ് ഇല്ലാന്ന് ആരും പറയണ്ട, കാസർഗോഡ് പല സ്ഥലത്തുണ്ട്. കാസർഗോഡ് പല സ്ഥലത്തുണ്ട്. ഇന്നലെ പിന്നെ പഠനാന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ചങ്ങായി കമന്റ് ചെയ്തിന് ഇന്നലെ സംഭവം വീടുണ്ട്. കാസർഗോഡ് ഇല്ലാന്ന് ആരും പറഞ്ഞേ? കാസർഗോഡൊക്കെ നന്നായിട്ടുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. കുറ്റ്യാടി ഭാഗത്തൊക്കെ ഉണ്ട്. അല്ല പിന്നെ കണ്ണൂർക്കാരെ ഇങ്ങ് ട്രോളാനാ? കണ്ണൂർക്കാരെ ട്രോളാൻ മാത്രം നിങ്ങൾക്ക് ആയിട്ടില്ല മക്കളെ. നിങ്ങൾക്ക് നമ്മളെ നാട്ടിൽ കിട്ടുന്ന സൗകര്യം, സന്തോഷം, സമാധാനം കാണുമ്പോ നിങ്ങൾക്ക് നമ്മോടുള്ള അസൂയാന്ന് നമുക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാ. അറയും മറ്റും സ്ത്രീധനത്തിൽ പെടില്ല. നിഷാദ് മുഹമ്മദ് പറയുന്ന മുസ്താഖെ എന്തായാലും അച്ചി വീട് അത് മാറില്ല എന്നാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്നെ പ്രിയപ്പെട്ട നിഷാദ് മുഹമ്മദ്, ഈ അച്ചി വീട് എന്ന് പറയുന്നത് ഈ അച്ചി വീട് എന്ന് പറയുന്നത് ഭാര്യ വീടിനല്ലേ എന്ന് പറയുന്നത്? നിങ്ങളെ ഭാര്യയും കൂട്ടിട്ട് ഒരു പുറമെ ഒരു സൽക്കാരത്തിനോ ഒരു കല്യാണത്തിനോ ഒരു പിന്നെ എന്തെങ്കിലും ഷോപ്പിങ്ങിനോ പോകുന്നു, നിങ്ങളെ പരിചയം ആരെയും കണ്ട് ആരാടാ ഭാര്യ, നിങ്ങൾ ഭാര്യ എന്ന് പറയാം, അല്ല എന്റെ അച്ചിയാണെന്ന് പറയാം. നിങ്ങളുടെ ഭാര്യനെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ വന്ന് ഞാനും എന്റെ അച്ചി മറ്റൊരു സെൽഫി ഇടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ അച്ചി വീട് എന്ന് പറയുന്നത്? പെണ്ണുങ്ങളെ കമന്റ് മാത്രം വായിക്കല്ല, ഇവിടെ ആകെ 2 പെണ്ണുങ്ങൾ മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ. നിഷാദ് മുഹമ്മദ് എല്ലാവരും കമന്റ് ഇട്ടേ. എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം തന്നെയായിരിക്കും. കമന്റ് താഴോട്ട് പോകും. ഞങ്ങളെ മലപ്പുറം ഇല്ല. എന്നപ്പൊ നിങ്ങൾ പറ, മലപ്പുറത്ത് എന്താണ് നിങ്ങളുടെ താല്പര്യം? എന്താ? സ്വന്തം വീടാണോ ഭാര്യ വീടാണോ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത്? ഭാര്യ വീട്ടിൽ താമസിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആരും പറഞ്ഞ കുഴപ്പമുണ്ട്? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഭാര്യ വീടും സ്വന്തം വീടും രണ്ടും വീട്ടിലും ഒരേ സ്ഥാനമാണ്. ആ സ്ഥാനം കാണുമ്പോഴാണ് ഇവർക്കൊരു ഇഷ്ടക്കേട്. മുഹമ്മദ് മാട്ടൂൽ കണ്ണൂർ ജില്ലക്ക് പുറമുള്ള ആൾക്കാർ 2 റിയാസ് കളിയായിട്ട് മുക്ക് ഓടിയിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ടതൊക്കെ പള്ളർസ് കിട്ടിയിട്ടുണ്ട്. പൊന്നാനി, തിരൂർ എന്നിവ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തുണ്ട്. ഒക്കെ കെട്ടിയോൾ റജീസേ, ഇവർക്ക് അച്ചി വീടാണ് അത്ര. അച്ചി വീട്, ഭാര്യനെ അച്ചി എന്ന് വിളിക്കുന്ന ടീമിനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. പിന്നെന്താ ചോദിക്കാനുള്ള ചോയ്ക്ക്? വേറെന്താ അറിയാനുണ്ടോ നിങ്ങൾക്ക് ചങ്ങന്മാർക്ക്? തിരുവനന്തപുരം മുഹമ്മദ് എസ്, തിരുവനന്തപുരത്തെക്കാരൻ വന്നിട്ടുണ്ട്. എന്തിരേ സ്ത്രീധനത്തിന്റെ പേരിൽ ട്രോളാ നിങ്ങൾക്കാവില്ല. ഞങ്ങൾ ട്രോളൊന്നുമില്ല, ഞങ്ങൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. കണ്ണൂർ ജില്ലയിൽ സ്ത്രീധനത്തിന്റെ സമ്പ്രദായം ഇല്ല നമ്മൾ അഭിമാനപൂർവ്വം തന്നെ പറയും. ഇല്ല ചോദിച്ചാൽ കൊടുക്കത്തുമില്ല, ഒരു സംശയമില്ല. പെണ്ണിനെ വേണോ എടുത്തോ. രാജകുമാരിയായിട്ട് നമ്മളെ പെണ്ണിനെ പോറ്റാൻ കഴിയോ? കഴിച്ചോ? സ്ത്രീധനം വേണോ? ഇറങ്ങി പോടാതിന് പറയും. ഒരു പണിയുണ്ടാവൊക്കെ പറയും. എന്ത് സംശയം? എന്നാ ഞാൻ ഒന്ന് വെക്കട്ടെ. ഞാൻ അറിഞ്ഞത് പിന്നെ ഞാനൊരു സ്ഥലപ്പേര് പറയുന്നില്ല കേട്ടോ, അങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കെന്തായാലും കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്ഥലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരട്ടെ ചങ്ങന്മാരെ. അപ്പൊ സ്ഥലപ്പേര് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. കൊല്ലം ജില്ലയിലെ പല സ്ഥലത്തും ലക്ഷക്കണക്കിന് രൂപയാണ് സ്ത്രീധനായിട്ട് കൊടുക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ, 5, 10, 15 ലക്ഷം, പവൻ കണക്കിന്. ഉപ്പാനെയും ഉമ്മാനെയും കാണാൻ കൊതിയാകുമ്പോ ഇപ്പൊ പോകണ്ട പിന്നെ പോകാം എന്നത് ഒഴിവാക്കിയ 98% ഹാപ്പി. സജന കമർ ഒരു കമന്റ് ആണ്. സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും കാണാൻ വേണ്ടി പോകുമ്പോ ഇപ്പം പോണ്ടാന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദനയില്ലേ? ആ വേദന നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇല്ലാന്ന് തന്നെ നമ്മള് പറയുന്നത്.
ഉപ്പാന്റെ ഉമ്മാന്റെയും കൂടെ തന്നെയാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നവും പ്രയാസവും നമ്മുടെ പെണ്ണുങ്ങൾക്കില്ല. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. സ്പീഡ് പോവാം. പ്രിയ BPM ഇഷ്ടമൊക്കെ ഇടക്ക് ഓരോ ചർച്ച ചെയ്യാലോ. ആ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞത്. മനസ്സിലായ? ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നത് തിരുവനന്തപുരം ഉണ്ട്. ഡെന്നി ജോസിന്റെ ഒരു കമന്റ് ആണെന്നുണ്ട്. രണ്ട് ആൺമക്കളാണെങ്കിൽ ചെറുക്കന്റെ അച്ഛനും അമ്മയും പ്രായമായ എന്ത് ചെയ്യും? 2 ആൺമക്കളാണെങ്കിൽ ചെറുക്കന്റെ അച്ഛനും അമ്മയും പ്രായമായാൽ എന്ത് ചെയ്യും? അതാണ് ഡെന്നി ജോസ് എന്ന് പറയുന്ന സഹോദരന്റെ കമന്റ്. അതായത് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് സ്വന്തം വീട്ടില് ഉപ്പയും ഉമ്മയും ആ ഉപ്പാക്കും ഉമ്മാക്കും 2 ആൺമക്കളാണെങ്കിൽ നിങ്ങൾ ഭാര്യ വീട്ടിൽ പോയി താമസിച്ചാൽ എന്ത് ചെയ്യുന്ന ചോദ്യം. ആ ഒരു ആൺമക്കൾക്ക് സ്വന്തം ഭാര്യയെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുവരാമല്ലോ. പറ്റൂലേ? അത് ചെയ്യാൻ പറ്റൂ. ഇനി അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചെക്കൻ ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ആ ചെക്കൻ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുകയല്ല. നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെണ്ണുങ്ങൾ താമസിക്കുന്നവരെ ചെക്കൻ അവിടെ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് സ്ഥിരമായി താമസിക്കുകയല്ല. എല്ലാ ദിവസവും ഈ ഉപ്പാരും ഉമ്മാരും അടുത്ത് ആ ചെക്കൻ വരും, ആ മോൻ വരും. ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടോ ഒരു നേരത്തെ ചായ കുടിച്ചിട്ടോ മാത്രമേ തിരിച്ച് വീണ്ടും രാത്രി വൈകിട്ടോ അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. ആ ഉപ്പാനും ഉമ്മാനും നോക്കാതിരിക്കൂല. പെണ്ണിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് അവിടെ താമസം ഉറപ്പിച്ച് നിൽക്കുകയല്ല. ആ തെറ്റിദ്ധാരണകൾ മാറ്റണം. ആ വീട്ടിലും ഈ വീട്ടിലും ഒരുപോലെ ആ ചെക്കൻ കൈകാര്യം ചെയ്യും. അതാണ് കണ്ണൂരിലെ ആണുങ്ങളെ പവർ. കണ്ണൂർ ജില്ല ആണുങ്ങൾക്ക് ആ ഒരു പവർ ഉണ്ട്. സ്വന്തം വീടും സ്വന്തം കുടുംബവും കൈകാര്യം ചെയ്യാൻ കഴിയും ഉപ്പാനും ഉമ്മാനും. അതേപോലെ ഭാര്യ വീട്ടിലും നോക്കി നടത്താൻ വേണ്ടി കഴിയും. നമ്മുടെ നാട്ടിലും പെണ്ണിന്റെ നാട്ടിലും നമുക്ക് പരിചയക്കാരാണ്. മനസ്സിലായില്ലേ? സ്വന്തം നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ട്, ഭാര്യ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. എല്ലാ സ്ഥലത്തും അതാത് രൂപത്തിൽ ഇടപെടുക. അല്ലാണ്ട് സ്വന്തം വീട്ടിൽ മാത്രം ജീവിച്ച് താമസിച്ച് കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൂട്ടി സ്വന്തം വീട്ടിൽ താമസിച്ച് അവിടെ മാത്രം ഒതുങ്ങുന്നവനല്ല. നമ്മുടെ ബന്ധങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കടൽ പോലെ ഇങ്ങനെ പരന്നു പോവാണ്. പല സ്ഥലങ്ങളിൽ നമുക്ക് ബന്ധങ്ങളാണ്, കുടുംബക്കാരായിട്ടും കൂട്ടുകാരായിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് ഹസ് വരുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഭർത്താവിനെ ഒരു മകന്റെ സ്ഥാനം നൽകി അവൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോ വി ആർ ഹാപ്പി, അൽഹംദുലില്ലാ. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നമ്മളും ഹാപ്പി. പക്ഷെ നമ്മളെന്താക്കാൻ പാടില്ല, നിങ്ങൾ അച്ചീവ്ഡ് പുതിയാപ്പളമാർ ഭാര്യ വിട്ട് താമസിക്കുന്നത് കളിയാക്കാൻ നിൽക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ നിങ്ങൾ കളിയാക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ വിശദീകരിച്ച് തരേണ്ടി വരുന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കണ്ണൂരിലെ പെണ്ണിനെ കമന്റ് മുകളിലേക്ക് പോകുന്നു. ഫാത്തിമയുടെ കമന്റ്, ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം, അതാണ് അഭിമാനം. എന്നാ പിന്നെ ഫാത്തിമയോട് ഞാൻ ചോദിക്കട്ടെ, ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിച്ചോ? ഈ ഭർത്താവ് ഒരു ശാഠ്യക്കാരനാണ്. ഭർത്താവ് ഭയങ്കര ഗൗരവക്കാരനാണ്. നിങ്ങളെ ഭാര്യ ഉപ്പാരുമാരുടെ അടുത്തേക്ക് പോകാൻ ഭർത്താവ് വിടുന്നില്ല. തീർന്നില്ലേ? ഭർത്താവ് മാത്രം മതിയോ? പോരല്ലോ. ആ ഒരു പ്രശ്നം നമുക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്നാ പറയുന്നത്. ഭർത്താവ് ശാഠ്യക്കാരനാണെങ്കിലും ഭർത്താവിന്റെ സ്വഭാവം മോശപ്പെട്ടതാണെങ്കിലും ഈ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് വരുന്നില്ല. മനസ്സിലായ? ആ ഒരു കാര്യത്തിൽ ഭർത്താവിന് ശാഠ്യം പിടിക്കാൻ കഴിയില്ല. കാരണം സ്വന്തം വീട്ടിൽ തന്നെ ആ പെണ്ണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത് കൂടുതലും. ഞങ്ങളുടെ ഇതെല്ലാം കമന്റ് വായിക്കാൻ പറ്റുന്നില്ല. കണ്ണൂർ ലക്ഷദ്വീപിൽ ഒരേപോലെയാണ്. ലക്ഷദ്വീപിൽ ഇതേ സമ്പ്രദായം തന്നെയാണ്. ഓക്കെ, കണ്ണൂർ ജില്ലയിൽ തന്നെ മാത്രമല്ല, കേരളത്തിൽ തന്നെ കണ്ണൂർ ജില്ലക്ക് പുറത്ത്. അപ്പോ ഭാര്യന്റെ കാൽ നക്കി ജീവിക്കുക. ഉപ്പയും ഉമ്മയും വീട്ടിൽ കിടന്നു മരിച്ചാലും ഭർത്താവിനെ അറിയാണ്ടാലോ. നിങ്ങൾ എന്തെന്നായി പറയുന്നത്? ഭാര്യയെ കാൽ നക്കി ജീവിക്കുന്ന, ഭാര്യയുടെ ചെലവിലാണ് ഈ ഭർത്താവ് ജീവിക്കുന്നത്. ഈ ഭാര്യയെ ചെലവിന് കൊടുക്കുന്നതും ഭാര്യക്ക് ഉടുക്കാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് ഈ ഭർത്താവ് തന്നെയല്ലേ? അല്ലാണ്ട് ഭാര്യയുടെ വീട്ടുകാരാണോ ഈ ചെക്കനെ പോറ്റുന്നേ? അല്ലല്ലോ. തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കൂ. ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം. താമസിക്കുന്നോണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല, താമസിക്കാൻ പാടില്ലെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷെ നിങ്ങള് ഭാര്യ വീട്ടിൽ കണ്ണൂർ ജില്ലയിലെ പുതിയാപ്പളന്മാരെ താമസിക്കുന്നതിനെ നിങ്ങൾ പരിഹസിക്കാൻ മാത്രം ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.
പെണ്ണ് വീട്ടുകാരോട് ബെഡ്റൂം ഡെക്കറേഷൻ ചെയ്യണം, AC വേണം എന്നൊക്കെ പറഞ്ഞു. അവരെ കൊണ്ട് ബെഡ്റൂം ഇല്ലാത്ത പാസ്സാ കൊണ്ട് ഡെക്കറേഷൻ ചെയ്യിപ്പിക്കുക ഉണ്ട്. അതിനെപ്പറ്റി പറയൂ. അയാളെ കമന്റ് ചെയ്ത അയാളെ പേര് പെട്ടെന്ന് താഴേക്ക് പോകുന്നു. പേര് വെക്കാൻ പറഞ്ഞു. ബെഡ്റൂമിനെ കുറിച്ച് പറയുന്നുണ്ട്. ബെഡ്റൂം പിന്നെ ഇത്ര ഡെക്കറേഷൻ വേണം, ഇത്ര AC വേണം. അതൊന്നും പാടില്ലെന്ന് നമ്മൾ പറയുന്നേ. എടോ, നമ്മള് കല്യാണം കേൾക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടില് എനിക്ക് ഇത്ര പൈസ അറ വേണം, അവിടെ ഇത്ര AC വേണം, ഇത്ര പൈസന്റെ ബെഡ് വേണം, നിലത്ത് ഇത്ര പൈസന്റെ ടൈൽസ് വേണം എന്നൊക്കെ മുൻകൂട്ടി പറയുന്നത് അല്പത്തിലാണ്. അത് കണ്ണൂരല്ല, കേരളത്തിലെ ഏത് സ്ഥലത്തായാലും അവന് പാടില്ല എന്ന് പറയുന്നത്. അതൊക്കെ സ്ത്രീധനത്തിന് കണക്കപ്പെടുന്ന തന്നെയാണ്. അവൻ താമസിക്കേണ്ടതും അവൻ ജീവിക്കേണ്ടതും എവിടെയാണോ അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് അവൻ ജീവിക്കാൻ വേണ്ടി പഠിക്കണം. അവൻ വിവാഹം കഴിക്കുന്നത് സ്വന്തം ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ വീട്ടുകാർ കൊടുക്കുന്ന ചെലവിന് ജീവിക്കുന്നവനല്ല ആണായിട്ട് ജീവിക്കേണ്ടവൻ. അതൊക്കെ സ്ത്രീധനത്തിന് കടത്തപ്പെടുന്ന തന്നെയാ. സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം കണ്ണൂർ ജില്ലയിൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. കുറവ് തന്നെയാണ്, പൂർണ്ണമായിട്ടില്ല ഞാൻ പറയില്ല എവിടെയും. കണ്ണൂർ ജില്ലക്ക് പുറത്ത് പല നാടുകളിലും സ്ത്രീധനത്തിനെ കൊണ്ടുള്ള ആറാട്ടാണ്. പണം വേറെ, സ്വർണം വേറെ, വാഹനം വേറെ. 10 ലക്ഷം രൂപയല്ലേ മറ്റേ ചങ്ങായിക്ക് വിസ്മയുടെ ഭർത്താവിന് കൊടുത്തത്. എന്നിട്ട് അത് പോരത്രേ. 10 ലക്ഷം രൂപയുടെ ഒരു കാറൊക്കെ സ്ത്രീധനായിട്ട് വാങ്ങാൻ പറഞ്ഞാൽ എത്ര നാണം കെട്ട പരിപാടിയാണ്. എന്റെ ആ കാറിൽ ഇവൻ AC വിട്ടിട്ട് നല്ല കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് നാട്ടുകാർക്ക് മുമ്പിൽ ഇങ്ങനെ ഷോ കാണിച്ചിട്ട് ആ വണ്ടി എടുത്ത് കറങ്ങാം. ഉളുപ്പില്ലാത്തവൻ. ഉളുപ്പ് എന്ന് വരുന്ന 3 അക്ഷരം തെറ്റാതെ എഴുതാനൊക്കെ പഠിക്കണം ഇങ്ങനത്തെ ആൾക്കാർ. അല്ല പിന്നെ അപ്പൊ പൊന്നാര ചങ്ങന്മാരെ, കണ്ണൂർ ജില്ലയിൽ സ്ത്രീധനം തരുന്ന സമ്പ്രദായം ഇല്ല. കണ്ണൂർ ജില്ലയിൽ ഭർത്താവ് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് വലിയ കുറവായിട്ട് കാണുന്ന ആൾക്കാരോടാണ് കഴിഞ്ഞ ദിവസം മുൻ MP-യും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത നാട്ടുകാരിയും നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായ ശ്രീമതി ടീച്ചർ പറഞ്ഞത്. ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നതിന് പുറമെ ഭർത്താവ് ഭാര്യ വീട്ടിൽ കൂടെ നിൽക്കുന്ന മഹർ ഇത്ര പവൻ എന്ന കണക്ക് പറയാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. മഹറിന്റെ കാര്യത്തിൽ എന്തൊരു കണക്കുമില്ല. അത് തെറ്റിദ്ധാരണയാണ്. പെണ്ണ് വീട്ടുകാർ ഇത്ര മഹർ വേണമെന്നൊന്നും പറയാറില്ല. അങ്ങനെ സമ്പ്രദായം ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വിഷയം മറന്നുപോയി. ജനിച്ചത് ഇവിടെ ആണായി ആണ്ട വീട്ടിൽ താമസിക്കണം, അതാണ് ആണത്വം. പണ്ട് വീട്ടിൽ താമസിച്ചാൽ ആണത്വത്തിന് എന്നാ കുറവ് വരുമോ? കണ്ണൂരിലെ പെണ്ണിനെ യാസത്തെ കമന്റാണ് മറ്റു ജില്ലയിലേക്ക് കെട്ടിച്ചാൽ എങ്ങനെയാണ്? മറുപടി അറിയൂ. കണ്ണൂരിലെ പെണ്ണിനെ മറ്റു ജില്ലയിലേക്ക് കെട്ടിച്ചാൽ, അതായത് കണ്ണൂർ ജില്ലയിലെ ഒരു പെൺകുട്ടി മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്ന ചോദ്യം? മലപ്പുറം ജില്ലയിൽ ഏതാണ് ആചാരം? ഭർത്താവിന്റെ അടുത്ത് താമസിക്കുന്നില്ലേ? അപ്പൊ അവര് പറയും പെണ്ണിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പം ഇവർക്ക് സമ്മതമാണെങ്കിൽ അവർക്ക് സമ്മതമാണെങ്കിൽ അതേപോലെ നടക്കും. അത്ര തന്നെ. അതിൽ യാതൊരു അംശമില്ല. അല്ലാതെ മലപ്പുറത്തുള്ള പുതിയാപ്പിള ദിവസം കണ്ണൂരേക്ക് വരണോ? ഇല്ലില്ല. അവിടെ ആണിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും പെണ്ണിന് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിവാഹം അവരവരുടെ രൂപത്തിൽ നടത്തും. ഇപ്പൊ എന്റെ നാട്ടിൽ തൃശ്ശൂരിൽ കല്യാണം കഴിച്ച പയ്യനുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ കാസർഗോഡ് കല്യാണം കഴിച്ച ആളുണ്ട്. അവരുടെയൊക്കെ ഭാര്യമാര് അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അവരുടെ വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ. അവിടെ ആണുങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ മുൻഗണന ഉണ്ടാകുക. അവരുടെ തീരുമാനം പോലെ പെണ്ണ് താമസിക്കാൻ തയ്യാറാണെങ്കിൽ ആ വിവാഹ ബന്ധം നടക്കും. അതിനുശേഷം അപ്പതിപ്പുറം അവിടെ അടിപൊളിയായാലും നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഇത്തിരി ആൾക്കാർ ഇത് കേട്ടത് കൊണ്ട് ഈ കണ്ണൂർക്കാരുടെ പൊലിമ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ, നാട്ടുകാരെ മുഴുവൻ നോക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കുടുംബത്തിൽ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കച്ചവടം നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ കാരണവന്മാരോട് നമ്മൾ പറയണം, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഭാര്യയെ ചെലവിന് കൊടുത്ത് പോറ്റേണ്ട ഭർത്താവ് ഭാര്യ വീട്ടുകാരെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണവും സമ്പാദ്യവും സ്വർണവും അവര് കയ്യിൽ നിന്ന് എഴുതി വാങ്ങുന്ന വാഹനവും ഉപയോഗിച്ച് നടക്കുന്നത് ആണിന് ചേർന്ന പണിയല്ല. അത് ആണും പെണ്ണും കെട്ട പരിപാടിയാണ്. അങ്ങനെ ഉളുപ്പില്ലായ്മയോട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കാതെ ബാച്ചിലറായി ജീവിക്കുന്നതാണ് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. സ്ത്രീദിനം എന്ന് പറയുന്ന വൃത്തികെട്ട ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സമ്പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. അത് മാത്രമാണ് എനിക്ക് വിഷയം അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്. സ്ത്രീദിനം എന്ന് പറയുന്ന വിപത്ത് സ്വന്തം മകളെ കെട്ടിച്ചേക്കുമ്പോൾ താങ്ങാവുന്നതിലധികം വലിയ പൈസ ബാധ്യത വരികയാണ് മാതാപിതാക്കൾക്ക്. കഴിവില്ലാത്ത ആൾക്കാരൊക്കെ എന്തായാലും കെട്ടിച്ചേക്കുമ്പോൾ കുറച്ച് ഒരു തരി പൊന്നെങ്കിലും അണിയിച്ചു കൊടുക്കും. അതാ കുട്ടിക്ക് ഉപ്പ എന്ന നിലക്ക് അവർ കൊടുക്കുന്ന
ഇതാണ് ഭൂമി സ്ത്രീധനമായി വാങ്ങുന്നത് സമീർ മങ്കാവ. ഭൂമി സ്ത്രീധനമായിട്ട് സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായം മുൻകൂട്ടി പറഞ്ഞിട്ട് വാങ്ങുന്നത് എന്തും സ്ത്രീധനാണ്. അതെല്ലാം സ്ത്രീധനത്തിന് കടത്തി തന്നെ പെടും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കല്യാണം കഴിക്കണം. ആ പെണ്ണിന് എനിക്ക് ഇഷ്ടമായി, പെണ്ണിന് ചെറുക്കന് ഇഷ്ടമായി, ഇതിനെന്ത് വേണം? നിക്കാഹ് കഴിക്കണം. അവിടെ കഴിഞ്ഞു. അതാണ് വിവാഹം. അതിനുപരി വേറൊരു വേറൊരു കരാർ അവിടെ ഇല്ല. മറ്റുള്ള കരാറുകളൊക്കെയാണ് സ്ത്രീധനത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ എന്റെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇതുവരെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. കുറച്ച് കാര്യവും അല്പം തമാശയുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ കണ്ണൂർ ജില്ലയിലെ കല്യാണത്തെക്കുറിച്ചും പുതിയാപ്പള സമ്പ്രദായത്തെക്കുറിച്ചും പരിഹസിച്ചവര്, തെറ്റിദ്ധരിച്ചവര്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ലൈവ് ചെയ്തിട്ടുള്ളത്. ചിലർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും പറയുന്നത്, തമാശ രൂപത്തിൽ നമ്മൾ എടുക്കണം, കാര്യമായിട്ട് വരണം. സ്ത്രീധനം എന്ന് പറയുന്ന മഹാവിപത്തിനെതിരെ, സ്ത്രീധനം എന്ന് പറയുന്ന തെറ്റായ ഒരു പ്രവണതക്കെതിരെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടക്കം കുറിക്കണം. നമ്മൾ അതിനെതിരെ ശബ്ദിച്ചു തുടങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ തലമുറ സ്ത്രീധനമില്ലാത്ത രൂപത്തിൽ സ്വന്തം ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.